എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ. രോഗങ്ങളെ പ്രധാനമായിട്ടും പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും രണ്ടാക്കി തിരിക്കാം. പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ക്യാൻസർ, പ്രമേഹം തുടങ്ങിയവ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ ഒരു രാജ്യത്തിലേക്കോ ഭൂഖണ്ഡത്തിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 മുതലായവ. അടുത്തത് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്താണെന്ന് നോക്കാം. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവിയായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗീരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുമുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുമൊക്കെ ചേർന്നാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെയും രോഗാണുവാഹകരിൽ നിന്നും രോഗങ്ങൾ പകരാം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ വരുന്നവ മണ്ണിലൂടെയാണ് വിരശല്യം, ടെറ്റനസ് പോലുള്ള രോഗങ്ങൾ വരുന്നത്. വായുവിലൂടെ പടരുന്നവയാണ് ജലദോഷം, ക്ഷയം, COVID-19 മുതലായവ. ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ, വയറിളക്കം മുതലായ രോഗങ്ങൾ. ഇനി രോഗാണുവാഹകരിൽ നിന്ന്, അതായത് കൊതുക്, മൃഗങ്ങള്, മനുഷ്യര്, പക്ഷികള് ഇവയൊക്കെയാണ് രോഗാണുവാഹകരെന്ന് പറയുന്നത്. അങ്ങനെ പടരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊതുകിൽ നിന്ന് പടരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ മുതലായവ. മനുഷ്യരിൽ നിന്ന് പടരുന്നതാണ് കുഷ്ഠം, HIV പോലുള്ളവ. ജന്തുക്കളിൽ നിന്ന് പടരുന്നവയാണ് എലിപ്പനി, പേവിഷബാധ, കുരങ്ങുപനി മുതലായവ. പക്ഷികളിൽ നിന്ന് പടരുന്നവയാണ് പക്ഷിപ്പനി, നിപ്പ പോലുള്ള രോഗങ്ങൾ. രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയും. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായ ഉപയോഗിക്കാതിരിക്കുക. മാസ്ക് ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാനോ ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ജന്തുക്കളെ മാത്രമല്ല ഈ രോഗങ്ങൾ ബാധിക്കുന്നത്, സസ്യങ്ങളിലും വരാം അല്ലെ. ഇപ്പൊ നെല്ലിലെ തവിട്ടിലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പുചീയൽ എന്നിവയെല്ലാം സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇത് സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധിക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിച്ചെടുക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. BCG ബാസില്ലസ് കാൽമെറ്റ് ഗ്വെറിൻ എന്ന് പറയും. OPV ഓറൽ പോളിയോ വാക്സിൻ. ഹെപ് ബി ഹെപ്പറ്റൈറ്റിസ് ബി. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടാവൈറസ് വാക്സിൻ. ഇതിൽ ജനന സമയത്ത് എടുക്കുന്ന 3 വാക്സിനുകളുണ്ട്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. 6 ആഴ്ച കഴിയുമ്പോൾ എടുക്കുന്നതാണ് OPV1, RVV1, പെൻറ്റാവാലന്റ് 1, FIPV1, PCV1. 10 ആഴ്ചയിലാണ് OPV2, RVV2, പെൻറ്റാവാലന്റ് 2. 14 ആഴ്ചയിലുള്ളതാണ് OPV3, RVV3, പെൻറ്റാവാലന്റ് 3, FIPV2, PCV2. PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ് റൂബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. 9 മാസമാകുമ്പോൾ എടുക്കുന്നതാണ് MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ A, FIPV3. 16 to 24 മാസത്തിനിടയ്ക്ക് എടുക്കേണ്ടതാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ ഡോസ് 2. 5 to 6 വയസ്സാകുമ്പോൾ എടുക്കേണ്ടതാണ് DPT ബൂസ്റ്റർ 2ഉം. 10 വയസ്സിൽ എടുക്കേണ്ടതാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അതിൻ്റെ ഡോസ് 1ഉം. 16 വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയയുടെ ഡോസ് 2ഉം എടുക്കണം. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. നാടകം, പാവനാടകം, കാർട്ടൂണുകൾ, പോസ്റ്റർ എന്നിവ. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. ഇതോടുകൂടി ചാപ്റ്റർ 2 അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.